ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷത്തെ മാമ്പഴത്തിൻ്റെ സീസൺ അവസാനിക്കുമ്പോൾ ഒരു 5 ഇനം മാമ്പഴങ്ങളുടെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായി മാവ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയാത്ത കുറ്റ്യാട്ടൂർ മാങ്ങയുണ്ട്. അത് സീസണിൽ ആദ്യം മാർക്കറ്റിലെത്തുന്ന മാങ്ങയാണ് കുറ്റ്യാട്ടൂർ. നല്ലൊരു നാടൻ മാങ്ങയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തതാണ്. പിന്നെ കാലാപ്പാടി, പ്രിയൂർ, ഇതൊക്കെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല മാങ്ങ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 5 ഇനം മാങ്ങയെ പറ്റി പറയാം. തോത്താപ്പുരി, ബങ്കനപ്പള്ളി, നീലം, ആപ്പിൾ റുമാനി, മല്ലിക. ഇതിൽ പറഞ്ഞിരിക്കുന്ന മാങ്ങകളെല്ലാം ഏതാണ്ട് ഒരേ വെയിറ്റാണ്. 400-500 ഗ്രാം ആവറേജ് വെയിറ്റ് വരും. ആന്ധ്രാപ്രദേശിന് ബങ്കനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൗമസൂചിക പദവി നേടിക്കൊടുത്ത മാങ്ങയാണിത്. ഇതിൻ്റെ പേര് ബങ്കനപ്പള്ളി. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാകുന്നുണ്ട് ഈ ബങ്കനപ്പള്ളി. മാവിൻ്റെ മുകളിൽ നിന്ന് തന്നെ നന്നായി മൂത്തതിന് ശേഷം പറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ മാങ്ങയുടെ ശരിയായ ഗുണം ഇതിന് കിട്ടില്ല. നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല മധുരമുള്ള, നാര് കുറവുള്ള ഒരു ടേസ്റ്റുള്ള മാങ്ങ തന്നെ ഇത്. മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചൊനയുടെ മണം ഉണ്ടാവും. മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് ഓൾ ഓപ്ഷനിലേക്ക് മാറ്റുക. ഇനി മണ്ണിൽ ഈ മാവ് നടുന്ന, തൈകൾ നടുന്ന രീതി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അടുത്ത് തന്നെ. ഇത് നീലം മാങ്ങ. നല്ല ഹൃദ്യമായൊരു സുഗന്ധമുള്ള, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഈ നീലം മാങ്ങയ്ക്ക്. നല്ല മധുരവും, അതിൻ്റെ പൾപ്പ് കുറച്ച് ഹാർഡായിരിക്കും. പഴുത്തു പോയാലങ്ങ് അടിഞ്ഞു പോകില്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ നിങ്ങൾ നിൽക്കും. നല്ലൊരു മാങ്ങയാണ് ഈ നീലം. സീസണിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ മാർക്കറ്റിൽ എത്തുന്ന മാങ്ങയാണ് നീലം മാങ്ങ. ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന ഈ 5 ഇനം മാങ്ങകൾക്കും കായീച്ച ശല്യം രൂക്ഷമായി ബാധിക്കുന്ന ഇനങ്ങളാണ്. അതുകൊണ്ട് പുഴുക്കേട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ പ്രത്യേകം ചെയ്യേണ്ടി വരും. ഇത് തോത്താപ്പുരി. പച്ചമാങ്ങേൻ്റെ ആവശ്യത്തിന് നല്ല മാങ്ങയാണ്. അച്ചാറിടാൻ, ഉപ്പിലിട്ടതിന് ഇതിനൊക്കെ ബെസ്റ്റാണിത്. കാരണം പഴുത്ത് കഴിഞ്ഞാൽ ഒരു അധികം മധുരം ഇല്ലാത്ത ഒരു ഇനമാണിത്. മധുരം ഇല്ല എന്നല്ല, മറ്റുള്ള മാങ്ങയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറച്ച് മധുരം കുറവായിരിക്കും. ജ്യൂസ് അടിക്കാൻ നല്ലതാണ്, നല്ല ഫ്ലേവറാണ്. അങ്ങനെ മോശമില്ലാത്തൊരു മാങ്ങ തന്നെയാണിത്. ഇതിൻ്റെ പേര് ആപ്പിൾ റുമാനി. കാണുമ്പോൾ ഒരു ആപ്പിളിൻ്റെ ഷേപ്പായിരിക്കും. മാവുമേലുണ്ടായി നിൽക്കുന്ന കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. ചെറിയ അണ്ടിയാണ്, നല്ല മധുരമുള്ള, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. നല്ല രീതിയിൽ മൂത്തതിന് ശേഷം തന്നെ പറിച്ചെടുക്കണം. സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 5 ഇനം മാവും വെച്ച് പിടിപ്പിക്കണം. നല്ല മാവ് ഇനങ്ങളാണിതൊക്കെ. സ്ഥല പരിമിതിയുള്ളവരാണെങ്കിൽ ഇതിൽ ഏതാണോ നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇത് മല്ലിക. എല്ലാവർക്കും അറിയാവുന്ന മാങ്ങയായിരിക്കും. ഏറ്റവും നല്ല, ഒരു കുറ്റവും പറയാനില്ലാത്ത നല്ല മാങ്ങ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് മല്ലിക.
വളരെ നേരിയ അണ്ടിയാണ്, നല്ല മധുരമുള്ള ഒരു ടൈപ്പ് മാങ്ങയാണ്. ന്യൂനത എന്ന് പറയാൻ കേരളത്തിൽ കായ് പിടുത്തം കുറച്ച് കുറവാണ്, അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ന്യൂനത. നല്ല സൂര്യപ്രകാശം വേണം, മണ്ണിൻ്റെ pH ലെവൽ 7-8 ആ ഒരു റേഞ്ചിൽ നിൽക്കണം, എന്നാൽ നല്ല രീതിയിൽ തന്നെ മാങ്ങ ഉണ്ടാവും. ഈ മഴേൻ്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തൈകളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അനുയോജ്യമായ കാലാവസ്ഥയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.